So, which is the position that you're most comfortable Yeah, with? to be very honest, I think recently our Laletan Mohanlal, you know the cinema actor from Kerala, I think Yeah. he got a very big award from the country. Okay. I think, yeah. So I think he is an actor. I think he's acting from last 20, 30, 40 years for Kerala Okay, where is movies. this going now? Yeah, Okay. so I am also playing for my country from last 10 years. So I can't say that I only can do a hero role. I need to be a villain. I need to be a joker. I need to play around, actually. I think you can't say that you have scored runs in opening and you are really good at the top three. But I think let me try this also. No one can say that. Why can't I be a good villain also? I think so. Let's Yeah. see how it goes. Well Hopefully Yeah. Well done, Mohanlal. I'm sorry. Well done, Sanju Samson. Sanju Thank you. Mohanlal Samson. Okay. Thank you very much. Thanks. നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്ററും മലയാളിയുമായ സഞ്ജു സാംസൺ ഏഷ്യ കപ്പിൽ ഓപ്പണർ എന്നതിൽ നിന്ന് മാറി 5-ാം നമ്പർ ബാറ്റ്സ്മാനായി കളിച്ചതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മോഹൻലാലുമായി താരതമ്യം ചെയ്ത് നടത്തിയ ഈ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു. നായകവേഷം മാത്രമേ ചെയ്യൂ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കൊരു വില്ലനാകണം, എനിക്കൊരു തമാശക്കാരനാകണം, ക്രിക്കറ്റിലെ പല റോളുകൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരു ഓപ്പണറായി മാത്രമേ ഞാൻ കളിക്കൂ എന്ന് എനിക്ക് എങ്ങനെ പറയാനാകും? മോഹൻലാൽ കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ നടനാണ്. 20, 30, 40 വർഷമായി അദ്ദേഹം അഭിനയിക്കുന്നു. അദ്ദേഹം നായകവേഷം മാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിക്കാറില്ലല്ലോ. ചിലപ്പോൾ വില്ലനാകും, ചിലപ്പോൾ കോമഡി ചെയ്യും. ഞാനും അതുപോലെ മാറാനാണ് ശ്രമിക്കുന്നത്. റോളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുമെന്നും പറഞ്ഞ് സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹം മാധ്യമപ്രവർത്തനമുള്ള സംസാരം അവസാനിപ്പിച്ചത്. സഞ്ജു പറഞ്ഞതിൽ വലിയൊരു ജീവിത പാഠം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉള്ള കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിച്ചാലേ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനാകും. മറ്റൊന്ന്, ഒരു പ്രശ്നത്തെ നാം കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇറ്റ് ഈസ് സോൾവ്ഡ് എന്ന് പറയാറുണ്ട്. ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടുന്നത് അതിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്. സഞ്ജുവും ഇത് തന്നെ പറഞ്ഞിരുന്നു. ബാറ്റിംഗ് നിരയിലെ സ്ഥാനമാറ്റം നമ്മൾ അംഗീകരിച്ചാൽ അവിടെ പ്രശ്നം തീർന്നു. അത് അംഗീകരിക്കാതെ ഓപ്പണറായി മാത്രമേ ഞാൻ കളിക്കൂ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയാൽ നമ്മൾ ഇന്നനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലാതായി മാറും. പ്രേമിച്ച പെണ്ണിന് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് അവളെപ്പറ്റി മാത്രം ആലോചിച്ച് ജീവിതം നരകമാക്കുന്നവരുണ്ട്. ആഗ്രഹിച്ച ജോലി കിട്ടാത്തതിൽ സ്വയം ശപിച്ച് നിലവിൽ ചെയ്യുന്ന ജോലി ആസ്വദിക്കാൻ സാധിക്കാത്തവരും നിരവധിയാണ്. കിട്ടിയതിനെ സ്നേഹിക്കുകയും ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുകയാണ് ജീവിതം വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങാനുള്ള ഏക വഴി. ആ പാഠമാണ് താൻ മോഹൻലാലിൽ നിന്ന് പഠിച്ചതെന്നാണ് തൻ്റെ പേരിനൊപ്പം മോഹൻലാലിൻ്റെ പേരുകൂടി ചേർത്ത് സഞ്ജു മോഹൻലാൽ സാംസൺ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രേക്ഷകരിലേക്ക് കൈമാറാൻ സഞ്ജു ശ്രമിച്ചത്.